എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 29-ാം ദിവസം. പഞ്ചാക്ഷര മാഹാത്മ്യം തുടരുന്നു. ഓം നമ ശിവായ. ദശാർഹൻ്റെ കഥ. പണ്ടുപോൽ മധുരയെന്നുള്ളൊരു പുരം തന്നിൽ ഉണ്ടായി ദശാർഹൻ എന്നിങ്ങനെയൊരു നൃപൻ. വിത്തവാൻ വിനീതിമാൻ വിശ്രുതൻ വിചക്ഷണൻ വിത്തനായകോപമൻ വിദ്യാവിശാരദൻ. സുന്ദരൻ സുമാനുഷൻ സുന്ദരീ മനോഹരൻ സുന്ദരാനനം സുഖസൂക്തി മാധുരീയകൻ. ശാസ്ത്രശാസ്ത്രജ്ഞൻ വീരൻ ശത്രുമണ്ഡലീകാരൻ മിത്രലക്ഷണവൃതൻ മിത്രസന്നിഭപ്രഭൻ. ധർമ്മവാൻ ദയാപരൻ ധന്യൻ ഉന്നതാകാരൻ നിർമ്മലൻ മഹാദാനം ചെയ്തവൻ മഹാരഥൻ. സർവദാ മനോഹരൻ സർവസമ്പദാനിധി സർവകാമതൻ യദുനായകൻ മഹാമതി. ഇങ്ങനെ പ്രസിദ്ധനാം ദാശാർഹക്ഷമാപതി മംഗലാംഗിയാം കാശിരാജകന്യകയെ വേട്ടു. കന്യകാ കലാവതി എന്നു പേരായുള്ളവൾ മന്നിടം പുകഴ്ന്നൊരു ചാരു സൗന്ദര്യത്തോടെ. ധന്യനാം നൃപൻ തൻ്റെ ചാരുരൂപിണിയായി സന്നതാംഗി മാർമണി തൻ ഗ്രഹേ വാഴുംകാലം. ഏകദാ മുതാ നൃപൻ തന്നെ മണിഗ്രഹേ ലോകസുന്ദരാംഗിയോടൊന്നിച്ചു നിശാമുഖേ. കാമലീലകൾ തുടർന്നിടുവാൻ ആരംഭിച്ചു കാമിനി മണിയാളെ വിളിച്ചു പതുക്കവേ. സുന്ദരീ വരികളോ തൽപ്പമേറുക ശുഭേ മന്ദഹാസിനി നിന്റെ ലജ്ജയെന്തിതു നേരം. മന്മഥശരമേറ്റു മന്മഥം തളരുന്നു മന്മഥശരമേറ്റു മന്മനം തളരുന്നു മന്മനോരഥം സാധിപ്പിക്ക നീ കലാവതി. ഇത്തരം പലതരം പ്രാർത്ഥിച്ചു പറഞ്ഞതിൻ ഉത്തരം പറയാതെ മത്തകാശിനി നിന്നാൾ. ചാരവേ വരികെന്ന് ഭൂപതി വിളിക്കുമ്പോൾ ദൂരവേ വാങ്ങി വാങ്ങി നിന്നിതു കലാവതി. പഞ്ചബാണന്റെ ബാണസഞ്ചയമേറ്റു നൃപൻ ചഞ്ചലഹൃദയനായി സ്ഥാനം ചെയ്തുമല്ലേ. സന്നിധൗ ചെന്നു പാണി പിടിപ്പാൻ തുടർന്നപ്പോൾ കന്നൽ നേർമിഴിയാളും ചൊല്ലിനാൾ വിരവോടെ. സാഹസം ചെയ്തിടൊല്ല ഭൂപതേ മഹാമതേ മോഹപാരവശ്യങ്ങൾ ഇങ്ങനെ കാട്ടിയിടൊല്ല. ബുദ്ധിമാനല്ലോ ഭവാൻ എന്തിനു ബോധിക്കാത്തു ബുദ്ധിമുട്ടിച്ചിടുക യോഗ്യമോ നരപതേ. രണ്ടുപേരൊരുമിച്ച് തങ്ങളിൽ വിനോദിപ്പാൻ രണ്ടുപേരുടെ മനസ്സൊന്നായേ സുഖമുള്ളൂ. ഒന്നുമേ നിർബന്ധിച്ചു വന്നതു സുഖമല്ല മന്നവശിഖാമണേ അങ്ങ് പോയിരുന്നാലും. സംഘമാഗ്രഹം എനിക്കുണ്ടാകും നേരത്ത് ഞാനങ്ങു വന്ന് അനുകൂല ക്രീഡകൾ ചെയ്തിടുവൻ. രാഗവും വിരക്തിയും തങ്ങളിൽ ഒരേടത്ത് യോഗമുണ്ടായാൽ അതിനേതുമേ ശോഭയില്ല. തപ്തമാം സുവർണവും ശീതമാം സുവർണവും യുക്തമാക്കുവാൻ പണി പാരമെന്നറിഞ്ഞാലും. രോഹിണി രജസ്വല ഗർഭിണി ധൃതപുത്ര രാഗവർജിത ഭൃശലജ്ജിത ഭയാതുര. ഇത്തരം 7 വിധം സ്ത്രീജനങ്ങളെ ചെന്ന് സത്വരം പരിഗ്രഹിച്ചിടുക യോഗ്യമല്ല. പുഷ്പസൗരഭ്യം പോലെ മാർദ്ദവം വരുത്തിക്കൊണ്ട് ഉൽപ്പലാക്ഷികളുടെ ലാളനം ചെയ്തിടണം. ആദ്യകാലമേ ചെന്ന് സാഹസം പ്രവർത്തിച്ചാൽ ഖേദമുണ്ടാകും ബാലസ്ത്രീകൾക്ക് ധരിക്ക നീ. അത്രയല്ലടോ രാജനാകവേ പുരുഷന്മാർ ഇത്ര ദുസ്സഹന്മാരെന്നോർത്തുപോം തരുണിമാർ. സംഗമം മഹാരസമെന്നുള്ള ബോധത്തിന് ഭംഗമുണ്ടാകും ഒരു സാഹസം നിമിത്തമായി. അംഗലാളനം കൊണ്ടും ഇഷ്ടദാനങ്ങൾ കൊണ്ടും അംഗമാരുടെ മനോരഞ്ജനം വരുത്തുമ്പോൾ പങ്കജായുധ ക്രീഡാ കൗതുമവർക്കുണ്ടാം. അങ്കുരിച്ചീടും അതിലാളിച്ചു വളർത്തേണം. നല്ല വാക്കുകൾ കൊണ്ടു നനച്ചു തണുപ്പിച്ച് വല്ലഭൻ സുഭകനെന്നുള്ളത് തോന്നിക്കേണം. മെല്ലവേ വശത്തായി തീരും അക്കാലം പിന്നെ വല്ലതും പ്രയോഗിച്ചാൽ അപ്രിയമില്ലാതാകും. മല്ലലോചനമാരോടിങ്ങനെ ചേരുന്നവൻ നല്ല സൗഭാഗ്യത്തോടു കൂടുമെന്നറിഞ്ഞാലും വല്ലഭാസമാഗമ ക്രീഡയാ മഹോത്സവം ദുർലഭം പലർക്കുമെന്നോർക്ക നീ യദൂത്തമാം. എന്തിനു പലവിധമിങ്ങനെ പറയുന്നു മുന്തിരിങ്ങതൻ ഫലമാസ്വദിക്കുന്ന പോലെ. സന്തതം മൃദുത്വം എന്നുള്ളതും ത്യജിക്കാതെ പന്തണിമുലമാരെ കൊണ്ടനുഭവിക്കണം. ഇങ്ങനെ കലാവതി ചൊന്നത് കൈക്കൊണ്ടീല തിങ്ങിന മനോഭാവം ആക്രാന്തനാം കാന്തൻ നൃപൻ. സത്വരമണഞ്ഞവൻ കൈപിടിച്ചടുപ്പിച്ചങ്ങ് ഉത്തമ ശ്രീരത്നത്തെ പുണർന്നോരനന്തരം
കത്തും പന്നിയിലിട്ട് തപിച്ച ദേഹം പോലെ മത്തകാശിനിയുടെ ഗാത്രം എത്രയും ഉഷ്ണം. ചുട്ടെരിഞ്ഞിതു നൃപൻ തന്നെ ശരീരവും വിട്ടുപോയ അകലെ നിന്നിങ്ങനെ ചൊല്ലിയിടിനാൻ. എന്തൊടോ നിന്റെ ദേഹം ചുട്ടിരിക്കുന്നത് എന്തിനവകാശം ബന്ധുരാങ്കനെ ചൊൽക. പൂർണ്ണചന്ദ്രങ്കൽ നിന്നിഞ്ഞാതപം ജ്വലിച്ചിതോ ചൂർണശേഷമാമെൻ്റെ വിഗ്രഹം നിന്നെ തൊട്ടാൽ. ചന്ദനം തന്നിൽ നിന്ന് വന്നി എന്നതുപോലെ സുന്ദരി നിങ്കൽ നിന്ന് ചൂടിനെന്തടോ ബന്ധം എന്നതു കേട്ടു മന്ദഹാസവും തൂകി സുന്ദരി കലാപതി മല്ലവേ ചൊല്ലിയിടിനാൾ. ഭൂപതേ ധരിക്ക നീ എന്നുടെ ചെറുപ്പത്തിൽ താപസ ശിരോമണി ദുർവാസ ഒരു ദിനം മൽഗ്രഹേ എഴുന്നള്ളി മാമുനി കനിവയോട് സൽഗുരു മഹാമന്ത്രമോദിനാൻ പഞ്ചാക്ഷരം. അന്ന് തൊട്ടിളകാതെ ഞാനിത് ജപിക്കുന്നു ചന്ദ്രശേഖര പ്രസാദത്തിന് പാത്രമായേൻ. താപസവരിഷ്ഠമാം മന്ത്രശ്രേവനം കൊണ്ട് പാപമുള്ളവർക്കെന്നെ സ്പർശിക്കാനുള്ളതല്ല. പാപികളുടെ ദേഹം ഭസ്മമാം എന്നെ തൊട്ടാൽ പാപമുള്ളവൻ ഭവാൻ എന്നിപ്പോൾ ബോധം വന്നു. ഭൂപതി ജനങ്ങൾക്ക് ഭൂപരിരക്ഷ മൂലം പാപങ്ങളകപ്പെടും അന്നു പലതരം. രാജസപ്രകൃതികൾ രാജാവേ രാജാക്കന്മാർ വ്യാജവും പരദ്രോഹം കാമക്രോധാദികളും പ്രാഭവും നടിക്കയാൽ ഉണ്ടാകും ദിനേ ദിനേ ക്രോധവും ഡംബസ്തംഭ പ്രൗഢിയും ജളത്വവും സ്നാനവും ശൗചങ്ങളും നാസ്തിയാം നൃപന്മാർക്ക് പാനവും പൗരുഷമാം ഭാവവും വളർന്നിടും. വേശ്യമാരോടുകൂടി സർവ്വതാ രമിക്കയാൽ ഈശ്വരധ്യാനത്തിനും പാത്രമല്ലൊരിക്കലും. സാധുനിന്ദയും പിന്നെ സാഹസങ്ങളും ചെയ്ത് ബോധമില്ലാതെ മേവും ദേവദൂഷണന്മാരാം മന്നവന്മാരിൽ ചെന്ന് കുന്നിച്ചു കൂടിയിടുന്നു. മന്നിടം തന്നിലുള്ള ദുഷ്കൃത പ്രപഞ്ചങ്ങൾ മൂഢത പെരുത്തുള്ള വേശ്യാനാരിമാരോടെ ഗൂഢസമ്പർക്കം കൊണ്ടുവന്നിതു ദുരിതങ്ങൾ. ഗൂഢനിർമ്മതനായ ഭൂപതേ ഭവാനെ ഗാഠമായി പുണരുവാൻ ഇക്കാലം മോഹിക്കേണ്ട എന്നതു കൊണ്ടു ഭവാൻ നല്ലൊരു ഗുരുവിനെ ചെന്ന് സേവിച്ച് മന്ത്രസംഗ്രഹം ചെയ്തിടുക. മുഖ്യമാം പഞ്ചാക്ഷരം കൊണ്ടു നീ മഹാഗുണ മുഖ്യനായി വാഴുന്നാഥ പാതകങ്ങളും തീരും. ഓം നമ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.